തിരുവനന്തപുരം കോർപ്പറേഷനിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നൽകിയ അവലോകനത്തിൽ ഇഷ്ടപ്പെടാത്ത ഒരു ഭാഗമുണ്ടായതിൻ്റെ പേരിൽ തലസ്ഥാനത്തെ പ്രമുഖനായ CPM നേതാവും വഞ്ചിയൂർ വാർഡിലെ LDF സ്ഥാനാർത്ഥിയുമായ വഞ്ചിയൂർ ബാബുവും അദ്ദേഹത്തിൻ്റെ അനുയായികളും ചേർന്ന് റിട്ടേണിംഗ് ഓഫീസറുടെ ഓഫീസിന് മുന്നിലിട്ട് എന്നെയും എൻ്റെ സുഹൃത്തുക്കളെയും അതിക്രൂരമായി മർദ്ദിച്ചിരുന്നു. അത് വലിയ വാർത്തയായതിനു പിന്നാലെ ഞങ്ങളെ ഈ PR പ്രവീണും സുഹൃത്തുക്കളും ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. PR പ്രവീൺ വെറുതെ നിന്ന എന്നെ വന്ന് അസഭ്യം പറയുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് CPMൻ്റെ മാധ്യമങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ ചില പ്രതികരണങ്ങളും പുറത്തു വന്നിരുന്നു. അപ്പോൾ ചില ആളുകൾക്കെങ്കിലും അതിനകത്തൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. അങ്ങനെ കൺഫ്യൂഷൻ ഉള്ളവർക്കായി ഒരു ചെറിയ വീഡിയോ ക്ലിപ്പ് കാണിക്കാം. അവിടെ ഞങ്ങൾക്ക് നേരെ നടന്ന അതിക്രൂരമായ ആക്രമണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ അവിടെ കൂടി നിന്ന ആളുകളിൽ ആരോ ഒരാൾ പകർത്തിയതാണ്. നമ്മുടെ ചില സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്തിട്ട് അത് കൈവശം കിട്ടിയതാണ്. അപ്പോൾ മനസ്സിലാകും എന്തായിരുന്നു അവരുടെ വികാരം എന്നുള്ളത്. ആദ്യം അത് കാണും. ഇപ്പോൾ എന്താണ് അവിടെ പറയുന്നത്? ഇപ്പോൾ വഞ്ചിയൂർ വാർഡിലും മറ്റു ചില വാർഡുകളിലുമൊക്കെ LDFൻ്റെ സ്ഥാനാർത്ഥികൾ തോൽക്കാൻ സാധ്യതയുണ്ട് എന്ന് അവലോകനത്തിൽ പറഞ്ഞു. അതാണ് പ്രശ്നം. അതിന് കൈകാര്യം ചെയ്യുകയാണ്. ഇതാദ്യമായൊന്നുമല്ല തെരഞ്ഞെടുപ്പ് അവലോകനം നടത്തുന്നത്. ഈ CPMന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള സീറ്റുകൾ എന്ന വാർത്ത നൽകുന്നതിന് മുമ്പ് BJPക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള 14 സീറ്റുകളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. UDFന് നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ആകെയുള്ള 8 സീറ്റുകളിൽ 4 എണ്ണത്തെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. അങ്ങനെയെങ്കിൽ ഇത് ചർച്ച ചെയ്യുമ്പോൾ ഈ സ്ഥാനാർത്ഥികളൊക്കെ കൂട്ടത്തോടെ വന്ന് ആക്രമിക്കണ്ടേ? പക്ഷേ ഇവിടെ അസഹിഷ്ണുവായ ഒരു രാഷ്ട്രീയക്കാരനെയാണ് നമുക്ക് പ്രകടമായത്. അദ്ദേഹത്തെക്കുറിച്ച് ആ വാർത്തയിൽ മോശമായ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. CPM അവിടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കാണാതെ പോയ ചില ഘടകങ്ങൾ CPMലെ അണികൾക്കിടയിൽ തന്നെ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് വെറുതെ എൻ്റെ ഒരു ഊഹമല്ല. അവിടെയുള്ള CPM അനുഭാവികളായ CPMന് കാലാകാലങ്ങളായി വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില ആളുകളോടൊക്കെ സംസാരിച്ചിട്ട് തന്നെയാണ് ഇത് പറയുന്നത്. അക്കാര്യത്തിലൊന്നും ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത കൃത്യമായ ഡാറ്റാ ശേഖരണം നടത്തിയിട്ടാണ് ഈ വാർത്തകൾ അവതരിപ്പിക്കുന്നത്. അതിൽ നിന്ന് ഈ പറയുന്ന രാഷ്ട്രീയക്കാർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത് എന്താണ്? ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് അല്ലെങ്കിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥിത്വത്തിന് അവിടെ ജയസാധ്യതകൾക്ക് എതിരായി നിൽക്കുന്ന ഘടകങ്ങളുണ്ടെങ്കിൽ ഈ വാർത്തയിൽ നിന്നൊക്കെ, എൻ്റേതെന്ന് മാത്രമല്ല ആരുടേതായാലും ആ വാർത്തയിൽ നിന്നൊക്കെ ആ നെഗറ്റീവുകൾ മനസ്സിലാക്കി അതിനെ പോസിറ്റീവാക്കി മാറ്റുന്നതിനുള്ള ശ്രമങ്ങളല്ലേ നടത്തേണ്ടത്? അതിന് പകരം തല്ലിയാണോ പ്രതികാരം തീർക്കേണ്ടത്? അപ്പോൾ പറഞ്ഞതെന്താണ്? ഈ അവിടെ സമാധാനപ്രിയനായി നിന്ന ഒരു മനുഷ്യൻ്റെ അടുത്തേക്ക് ഞാൻ ഒരു ചെന്ന് തെറി വിളിക്കുക, പിന്നെ മർദ്ദിക്കുക. ഇനി മർദ്ദിച്ചു എന്ന് പറയുന്ന ഈ ന്യായീകരിക്കുന്ന ആളുകളോട് ഒരു വാക്ക് പറയാനുള്ളത്, എൻ്റെ ഈ കൈ, വലത്തെ കൈ, അതുകൊണ്ടാണല്ലോ ഞാനൊരു ഇടം കയ്യനല്ല, വലം കയ്യനാണ്. അപ്പോൾ എൻ്റെ ഈ വലത്തെ കൈ അത് ഒരു അപകടം പറ്റി സർജറി നടത്തി നേരെ ഇപ്പോൾ മടക്കാൻ പോലും കഴിയാത്ത സാഹചര്യം, നേരെ ഭക്ഷണം വാരി കഴിക്കാൻ പോലും അതിനകത്ത് ഒരു വളവുണ്ട്, ഭക്ഷണം വാരി കഴിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമുള്ളതാണ് ഈ വലത്തെ കൈ. വലത്തെ കാൽ 10 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു വലിയ അപകടത്തിൽ കമ്പിയൊക്കെ ഇട്ട് ഞരമ്പ് ഒക്കെ മാറ്റി വയ്ക്കേണ്ടി വന്ന അവസ്ഥയിലുള്ള ഒരിടമാണ്. അതുകൊണ്ട് ഈ വഞ്ചിയൂർ P. ബാബുവിനെയും അദ്ദേഹത്തോടൊപ്പമുള്ള ഗജാഗടിയന്മാരായ നല്ല ചെറുപ്പക്കാരെയും അവിടെ ഈ റിട്ടേണിംഗ് ഓഫീസറുടെ ഓഫീസിന് മുന്നിൽ കൂടി നിന്ന 10-30ഓളം വരുന്ന LDF സ്ഥാനാർത്ഥികൾ, സൂക്ഷ്മ പരിശോധനയ്ക്കായി എത്തിയവർ, അവരുടെ അനുയായികൾ, BJPയുടെയും കോൺഗ്രസിൻ്റെയും സ്ഥാനാർത്ഥികൾ, അവരുടെ അനുയായികൾ, ഇവരുടെയൊക്കെ മുന്നിൽ വച്ച് വഞ്ചിയൂർ ബാബുവിനെ പോലെയുള്ള ഒരു നേതാവിന് തെറി വിളിക്കുക, അടിക്കുക എന്നൊക്കെ ഈ പറയുന്ന ഞാനൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ തന്നെ സാമാന്യ ബുദ്ധിയുള്ള മനുഷ്യർ അത് തിരിച്ചറിയില്ല എന്നറിയാനുള്ള വിവേകമെങ്കിലും ഉണ്ടാകണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തെറ്റുപറ്റിയാൽ ആ തെറ്റ് അംഗീകരിക്കാനുള്ള ഒരു സാമാന്യ ബോധമെങ്കിലും ഉണ്ടാകണം. CPMലെ ഒരുപാട് സുഹൃത്തുക്കൾ എന്നെ വിളിച്ചു പറഞ്ഞു, പ്രവീൺ, തെറ്റിയതിൽ, ഈ ഇത്തരമൊരു സംഭവം ഉണ്ടായതിൽ
ഞങ്ങൾക്ക് ഖേദമുണ്ട് എന്നുള്ള കാര്യം അവർ ഖേദമെങ്കിലും പറഞ്ഞല്ലോ. കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ കെ മുരളീധരൻ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ചുമതല വഹിക്കുന്ന അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുന്ന കൂട്ടത്തിൽ എനിക്കെതിരെ ഉണ്ടായ ആക്രമണത്തെ എടുത്തു പറഞ്ഞു. BJP നേതൃത്വം, ഞാനൊരു പക്ഷേ ഏറ്റവും കൂടുതൽ എൻ്റെ വാർത്തകളിലൂടെ വിമർശിച്ചിട്ടുള്ളത് BJPക്കാരെയാണ്. സംഘപരിവാറിനെതിരായിട്ടുള്ള നിലപാടുകൾ തുറന്നു പറയുന്നതിൽ ഒരു മടിയും കാണിക്കാത്തയാളാണ്. പക്ഷേ ഇതുവരെയും ഒരു BJP നേതാവിൽ നിന്ന് പോലും, ഒരു BJP അണിയിൽ നിന്ന് പോലും ശാരീരികമായ ഒരു ദുരനുഭവം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഫോണിലൊക്കെ നേരത്തെ തുടക്കകാലത്ത് ഞങ്ങൾ എംഫ്ലിൻ്റ് മീഡിയ എന്ന് പറയുന്ന ഡിജിറ്റൽ സ്ഥാപനം ആരംഭിച്ച വേളയിൽ, ഞാൻ ഡിജിറ്റൽ രംഗത്തേക്ക് വരുന്ന വേളയിൽ, അന്ന് ശബരിമല വിഷയമൊക്കെ കത്തി നിൽക്കുന്ന സമയം BJPക്കെതിരായ അതിശക്തമായ നിലപാടുകളുമായി ഞങ്ങളന്ന് നിലകൊണ്ട വേളയിൽ ചില BJPക്കാരൊക്കെ ഫോണിൽ വിളിച്ച് അതും ഇതുമൊക്കെ പറയുമായിരുന്നു. അതും അവസാനിച്ചു. അപ്പോൾ ഇതിനെയൊക്കെ, ഈ പറയുന്ന കാര്യങ്ങളെ, വിമർശനാത്മകമായ കാര്യങ്ങളെ പോസിറ്റീവായി ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ അവിടെയാണ് ഒരു രാഷ്ട്രീയക്കാരൻ്റെ സ്വത്വം ഇരിക്കുന്നത്. അത് തിരിച്ചറിയാൻ കഴിയാതെ പോയിട്ട് വെറുതെ ഇങ്ങനെ പരിതപിച്ചിട്ട് എന്തു കാര്യം? ഇങ്ങനെ മർദ്ദനം അഴിച്ചു വിട്ടിട്ട് എന്തു കാര്യം? ഞാൻ പറഞ്ഞു വന്നത്, BJPയുടെ നേതൃത്വം, തിരുവനന്തപുരം സിറ്റി ജില്ലാ പ്രസിഡന്റ് കരമന ജയൻ അടക്കമുള്ള ആളുകൾ ഈ മർദ്ദനത്തിനെതിരായ പ്രതിഷേധവുമായി രംഗത്തെത്തി. ചില BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ എന്നെ സന്ദർശിക്കുകയും ചെയ്തിരുന്നു, എന്നെ ഫോണിൽ വിളിച്ചിരുന്നു. കോൺഗ്രസ് നേതൃത്വവും അത് ചെയ്തു. യഥാർത്ഥത്തിൽ ഇതുകൊണ്ടൊക്കെ നഷ്ടമുണ്ടാകുന്നത് ആർക്കാണ്? ഇപ്പം ഞാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ഞാനും ഈ പണ്ട് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൽ അടിയും ഇടിയുമൊക്കെ കൊണ്ട് വളർന്നു വന്ന ഒരാളാണ്. പിന്നീട് മാധ്യമപ്രവർത്തകനായതിനു ശേഷം പോസിറ്റീവ് ജേർണലിസം എൻ്റെ വാർത്തകളിലൂടെ ഉണ്ടാകണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ജനാധിപത്യവും മതേതരത്വവും ഒക്കെ ഈ നാട്ടിൽ സുന്ദരമായി നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ്. അതിനുവേണ്ടി എൻ്റെ രാഷ്ട്രീയ നിലപാടുകൾക്കപ്പുറമുള്ള വാർത്താ നിലപാടുകൾ ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. അത് ഒരബദ്ധമായി പോയോ എന്ന് ചിന്തിക്കേണ്ടി വരുന്ന സാഹചര്യം പോലും ഉണ്ടാകുന്നുണ്ട് ഇത്തരം അസഹിഷ്ണുക്കളായ നേതാക്കന്മാരെ കാണുമ്പോൾ. എന്തായാലും ഇത്തരമൊരവസ്ഥയിൽ എന്നോടൊപ്പം നിന്ന ഞങ്ങളുടെ മാധ്യമ സമൂഹം, ആ മാധ്യമ സമൂഹത്തിൽ ചില ആളുകൾക്കെങ്കിലും ഈ പൊളിറ്റിക്കൽ പ്രഷറിൻ്റെയൊക്കെ പേരിൽ വാർത്തയെ നേരെ തകിടം മറിക്കുന്ന രീതിയിൽ അവതരിപ്പിക്കേണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. അവരോടും ഒരു വിരോധവുമില്ല. കാരണം അതൊക്കെ നമ്മളൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന മാധ്യമ മേഖലയിലെ നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള നിലപാടുകളുടെ ഭാഗമായി എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയൊക്കെ എനിക്കുണ്ട്. ഒപ്പം നിന്ന കേരള പത്രപ്രവർത്തക യൂണിയൻ, തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ്, അതിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന ഒരാളാണ് ഞാൻ. അവിടെ ഒരു രാഷ്ട്രീയവും ഞങ്ങൾ മുന്നോട്ട് വച്ചിട്ടില്ല. കോൺഗ്രസ്സുകാരും CPMകാരും, അതായത് ജയ്ഹിന്ദ് TV-യുടെ ആളും കൈരളി TV-യുടെ ആളും ജനൻ TV-യുടെ ആളും ഒക്കെ അടങ്ങുന്നതാണ് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൻ്റെ ഭരണസമിതി. അവിടെ മത്സരമൊക്കെ നടക്കാറുണ്ട്. പക്ഷേ ആ മത്സരത്തിൽ പോലും ഒരു രാഷ്ട്രീയവും ഞങ്ങൾ കൊണ്ടുവരാറില്ല. പ്രസ് ക്ലബിൻ്റെ ഇടപെടലുകളിൽ, പ്രസ് ക്ലബ്ബ് എന്ന് പറയുന്നത് ഈ വാർത്തകൾ നിർമ്മിക്കുന്നതിനുള്ള ഒരു കേന്ദ്രമല്ല. നമ്മുടെ അംഗങ്ങളായിരിക്കുന്ന മനുഷ്യർക്ക് ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്താനും നമ്മുടെ കുടുംബ സൗഹൃദ കൂട്ടായ്മകൾ സംഘടിപ്പിക്കാനും ഒക്കെയുള്ള ഒരു വേദി എന്നുള്ളതിനപ്പുറം പ്രസ് ക്ലബ്ബ് ഒരു വാർത്താ നിർമ്മാണ കേന്ദ്രം ഒന്നുമല്ല. വാർത്താ സമ്മേളനങ്ങൾ നടത്താൻ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക, ആളുകൾക്ക് പറയാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക. അവിടെയും മാധ്യമങ്ങൾ വരണമെന്ന് പോലും ഞങ്ങൾക്ക് നിർബന്ധം പിടിക്കാൻ സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരിടത്ത് ഇതൊരു വാർത്താ നിർമ്മാണ കേന്ദ്രമാണ് എന്നൊക്കെ പറഞ്ഞാണ് ഈ പറയുന്ന സുഹൃത്തുക്കൾ, വഞ്ചിയൂർ ബാബുവിൻ്റെ നേതൃത്വത്തിലുള്ള സുഹൃത്തുക്കൾ മർദ്ദിക്കാൻ തയ്യാറായത്. അവർ തിരുത്താൻ തയ്യാറാകണം. ഇത്തരം അസഹിഷ്ണുത ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഗുണം ചെയ്യില്ല. തെറ്റുകളുണ്ടെങ്കിൽ ആ തെറ്റുകൾ തിരുത്തി ജനങ്ങളുടെ കോടതിയിൽ അംഗീകാരം നേടിയെടുക്കുക എന്നുള്ളതാണ് പരമപ്രധാനമായ കാര്യം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ജനം വെറുത്തുപോകും. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ഉണ്ടാകണം. എന്നോട് സംസാരിച്ച ഇടതുപക്ഷത്തിൻ്റെ നേതാക്കന്മാരോടൊക്കെ ഞാൻ പറഞ്ഞ കാര്യം അതാണ്. നിങ്ങൾ ആ വാർത്ത പരിശോധിക്കൂ. ആ വാർത്തയിൽ ആ സ്ഥാനാർത്ഥിയെക്കുറിച്ച് മോശമായൊന്നും പറഞ്ഞില്ല. അവിടെ CPMനും ഇടതുമുന്നണിക്കും ദോഷമായേക്കാവുന്ന ചില ഘടകങ്ങളുണ്ട്. അത് ആ വാർഡിൽ മാത്രമല്ല, 12 വാർഡുകളുടെ കാര്യം പറഞ്ഞു. ആ 12 വാർഡുകളിലും സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞപ്പോഴുണ്ടായൊരവസ്ഥയാണ്. ഒരുപക്ഷെ ഒരാഴ്ച കഴിയുമ്പോൾ അത് മാറിയേക്കാം. തെരഞ്ഞെടുപ്പിൻ്റെ തലേ ദിവസമാകുമ്പോൾ അത് പിന്നെയും മാറിയേക്കാം. ഇപ്പോൾ കഴിഞ്ഞ തവണ ഇതേ വഞ്ചിയൂർ വാർഡിൽ ഈ വഞ്ചിയൂർ P. ബാബുവിൻ്റെ മകൾ ഗായത്രി മത്സരിക്കുന്ന വേളയിൽ തുടക്കത്തിൽ തന്നെ ഗായത്രി നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കും എന്ന് അവലോകനം നടത്തിയ വേളയിൽ പറഞ്ഞ ആളാണ് ഞാൻ. അതിനകത്ത് വേറെ ഏതെങ്കിലും പ്രേരണ ഉണ്ടായിട്ടാണോ?
അപ്പോൾ അവിടെ അന്ന് അങ്ങനെ ഒരു ഘടകം ഉണ്ടായിരുന്നു എന്ന് ബോധ്യപ്പെട്ടു. അതിനു മുമ്പ് ഈ വഞ്ചിയൂർ ബാബു അവിടെ വിജയിക്കുന്നത് വെറും 3 വോട്ടിനാണ് BJP സ്ഥാനാർത്ഥിയായ P. അശോക് കുമാറിനോട്. അവിടെ നിന്ന് തൊട്ടടുത്ത തിരഞ്ഞെടുപ്പ് എത്തുമ്പോൾ ജയിക്കാൻ കഴിയും എന്ന് പറഞ്ഞത് വഞ്ചിയൂർ ബാബു അടക്കമുള്ള ആളുകൾ അവിടെ കൗൺസിലർ എന്ന നിലയിൽ നടത്തിയ ഇടപെടലുകളുടെ ഗുണപരമായ ഒരു പ്രതിഫലനം ഉണ്ടാകും എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. പക്ഷേ ഇത്തവണ അവിടെ നെഗറ്റീവ് ഉണ്ട് എന്ന് പറയുമ്പോൾ അത് സാമാന്യ ബുദ്ധിയിൽ തിരിച്ചറിയാൻ സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ് പ്രശ്നം. അത് തിരിച്ചറിയാനുള്ള വിവേകം അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ബോധ്യത്തിനും ഉണ്ടാവുക എന്നതാണ് പ്രധാനം. അല്ലാതെ ഈ വാർത്ത ചെയ്ത ആളുകളെയൊക്കെ മുമ്പ് കാണുമ്പോൾ ആക്രമിക്കുക. തിരുവനന്തപുരം പ്രസ് ക്ലബിൻ്റെ മുൻ സെക്രട്ടറി, ഇപ്പോഴത്തെയും ഭരണസമിതി അംഗമായ ഒരാൾ, അദ്ദേഹം കണ്ണമ്മൂലയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു, M. രാധാകൃഷ്ണൻ. അദ്ദേഹത്തോടൊപ്പം എന്നെ കണ്ടാൽ ഉടനെ പ്രശ്നമാകുന്നു എന്ന തരത്തിലുള്ള വ്യാഖ്യാനവും ഉണ്ടാകുന്നു. എന്തിന് അവിടെ പോയി? എന്തിന്? എൻ്റെ ഒരു സുഹൃത്ത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് മത്സരിക്കുന്നത്. അയാൾ ഒരു രാഷ്ട്രീയത്തെയും വെല്ലുവിളിക്കുന്നില്ല. അയാൾ അവിടെ സ്വതന്ത്രനായി അയാൾ പ്രതിനിധാനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന വാർഡിൻ്റെ വികസന കാര്യങ്ങൾ കുറിച്ച് മാത്രം പറയുന്നു. അവിടുത്തെ ജനങ്ങളുടെ ക്ഷേമകാര്യങ്ങളെക്കുറിച്ച് മാത്രം പറയുന്നു. തികച്ചും പ്രാദേശികമായ കാര്യങ്ങൾ മാത്രം ഉന്നയിച്ച് ഒരു രാഷ്ട്രീയ വിഷയങ്ങളിലേക്കും ശ്രദ്ധയൂന്നാതെ അങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തുന്ന ഒരാളിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മ പരിശോധനാ വേളയിൽ അദ്ദേഹത്തിന് ചില അനിവാര്യമായ ആവശ്യമുണ്ടായതുകൊണ്ട് അവിടെ എത്തിച്ചേർന്നതിന് അയാളോടൊപ്പം കണ്ടതിനാണ് അടിച്ചത് എന്ന് ന്യായീകരിക്കുന്ന ചില ആളുകളുണ്ട്. അങ്ങനെ ആരുടെയെങ്കിലും ഒപ്പം കണ്ടാൽ ആരെയെങ്കിലും തല്ലാൻ ഇവിടെ ആരെങ്കിലും ആർക്കെങ്കിലും അധികാരം നൽകിയിട്ടുണ്ടോ? അത് ഭരിക്കുന്നവരായാലും പ്രതിപക്ഷത്തിരിക്കുന്നവരായാലും. എന്തായാലും ഇത്രയേ പറയാനുള്ളൂ. നല്ല രാഷ്ട്രീയമെന്ന് പറയുന്നത് തല്ലിത്തീർക്കാനുള്ളതല്ല. അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ചെറുപ്പക്കാരൊക്കെ DYFIയുടെയൊക്കെ ഭാരവാഹികൾ എന്ന് പറയുന്നു. അവരൊക്കെ ഭാവിയിൽ ഈ നാടിൻ്റെ ആശാകേന്ദ്രങ്ങളായി മാറേണ്ടുന്ന ചെറുപ്പക്കാരാണ്. ഇങ്ങനെയൊന്നുമല്ല രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടത്. ഇങ്ങനെയൊന്നുമല്ല നമ്മൾ ജനാധിപത്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടത്. ഒപ്പം നിന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നിലപാടുകൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇന്ത്യയുടെ ജനാധിപത്യവും ഇന്ത്യയുടെ മതേതരത്വവും ഇന്ത്യയുടെ ഭരണഘടനയുമൊക്കെ ഇങ്ങനെ തന്നെ നിലനിൽക്കണം എന്ന ആ നിലപാട് ഒരു മാറ്റവുമില്ലാതെ തുടരുക തന്നെ ചെയ്യും.